ിൽ പില്ലോ വയ്ക്കരുത്, തലയിണ വയ്ക്കരുത്. ഹാർഡ് സെർവിക്കൽ കോളർ ഉണ്ടെങ്കിൽ എപ്പോഴും ഹാർഡ് സെർവിക്കൽ കോളർ ഉപയോഗിക്കുകയായിരിക്കും ഉചിതം. ഇതും പല വലുപ്പത്തിലുണ്ട്, സ്മോൾ, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ് എല്ലാം. അപ്പോൾ കറക്റ്റ് സൈസ് ചൂസ് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. ഇതിൻ്റെ മുഴച്ച് നിൽക്കുന്ന ഭാഗം അഥവാ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗം താടിയിലിന് കീഴിലേക്കും ഫ്ലാറ്റായ ഭാഗം നെഞ്ചിലിൻ്റെ ഭാഗത്തേക്കും വെച്ചാണ്. അധികം ടൈറ്റും പാടില്ല, അധികം ലൂസും പാടില്ല. ആവറേജ് ടൈറ്റ്നസ്സിൽ അഥവാ കറക്റ്റ് ഫിറ്റ്നസ്സിൽ വേണം അത് ഫിറ്റ് ചെയ്യാനായിട്ട് അഥവാ ഘടിപ്പിക്കാനായിട്ട്. ഇപ്പോൾ ഒരു ഹാർഡ് സെർവിക്കൽ കോളർ വെച്ചിരിക്കുകയാണ്. കഴുത്തിന് കാര്യമായ അനക്കം ഇതുമൂലം ഉണ്ടാവുകയില്ല. അസ്ഥികൾ ഒടിഞ്ഞാൽ അസ്ഥിയുടെ ഒടിഞ്ഞ ഭാഗങ്ങൾ അനങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചുറ്റുമുള്ള രക്തക്കൊള്ളുകളെയും ഞരമ്പുകളെയും മസിലുകളെയും അത് കൂടുതലായി പരിക്കേൽപ്പിക്കാം. അത്തരം ഭാഗങ്ങളിൽ കുത്തിക്കീറലുണ്ടായി അവിടെ നിന്ന് രക്തം വരികയും നീരും വേദനയും അധികമാവുകയും ഞരമ്പുകൾക്കും രക്തക്കൊള്ളുകൾക്കും കൂടുതലായി കേടുപറ്റുകയും ചെയ്യാം. അതുകൊണ്ട് ഒടിഞ്ഞ ഭാഗത്തെ നാം എപ്പോഴും അനക്കാതെ വയ്ക്കണം. ഇതിനെയാണ് സ്പ്ലിൻറ്റേജ് എന്ന് പറയുന്നത്. ലഭ്യമായ എന്ത് വസ്തു വേണമെങ്കിലും നമുക്ക് സ്പ്ലിൻറ്റുകളായി ഉപയോഗിക്കാവുന്നതാണ്. കൈ ഒടിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ട്രയാങ്കുലാർ സ്പ്ലിൻ്റ് ഉണ്ടാക്കാം. ചതുരാകൃതിയിലുള്ള തുണി മടക്കി ത്രികോണാകൃതിയിലാക്കി അതിനെ ഒരു സ്പ്ലിൻ്റായി ഉപയോഗിക്കാവുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ഭാഗമാണ് ഒടിഞ്ഞിരിക്കുന്നതെന്ന് കരുതുക. അത് ചിലപ്പോൾ വിരലായിരിക്കാം, കൈപ്പത്തിയായിരിക്കാം, റിസ്റ്റായിരിക്കാം, ഫോറാം അഥവാ കൈത്തണ്ടയായിരിക്കാം, മുട്ടായിരിക്കാം, ആമായിരിക്കാം, ഷോൾഡറായിരിക്കാം, അതുമല്ലെങ്കിൽ തോളല്ലായിരിക്കാം. ഇത്രയും ഭാഗത്തെ ഒടിവുകൾക്ക് നമുക്ക് ട്രയാങ്കുലർ സ്ലിംഗ് അഥവാ ത്രികോണാകൃതിയിലുള്ള സ്ലിംഗ് ഉപയോഗിക്കാവുന്നതാണ്. ത്രികോണാകൃതിയിലുള്ള സ്പ്ലിങ്ങിൻ്റെ കോർണർ ഭാഗം കൈമുട്ടിൻ്റെ ഭാഗത്തേക്ക് വെച്ച് അതിനെ തുല്യ പകുതികളായി മടക്കുക. അതിനുശേഷം നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഇതിനെ ക്രോസ് ചെയ്യുക. ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്തതിന് ശേഷം ഇതിനെ പിന്നിൽ വെച്ച് കെട്ടുക. അതുപോലെ ഇതിനെ കുറച്ചും കൂടെ സേഫാക്കാൻ നമുക്ക് സേഫ്റ്റി പിൻ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ കൈക്ക് ഒടിവുണ്ടെങ്കിൽ ആ ഭാഗത്തെ അനക്കാതെ വയ്ക്കാവുന്നതാണ്. ഇതാണ് ട്രയാങ്കുലാർ സ്ലിംഗ്. ഇതിനു പകരം ഞാൻ പറഞ്ഞു ലഭ്യമായ മറ്റു വസ്തുക്കൾ വടിയോ പേപ്പർ മടക്കിയതോ മാഗസിൻ മടക്കിയതോ മറ്റും ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു മാഗസിൻ മടക്കിയതാണ്. ഇതൊരു വുഡൻ സ്കെയിലാണ്. ഇത് അലുമിനിയം സ്പ്ലിൻ്റാണ്. ഇപ്പോൾ നമുക്ക് മാഗസിൻ മടക്കിയതും വുഡൻ സ്കെയിൽ വെച്ച് എങ്ങനെ ഫോറാമിൻ്റെ ഒടിവിനെ അഥവാ കൈത്തണ്ടയിലെ ഒടിവിനെ എങ്ങനെ അനക്കാതെ വയ്ക്കാമെന്ന് നോക്കാം. ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെയും വെച്ച് 3-4 ചരടുകളോ അല്ലെങ്കിൽ ബാൻഡേജുകളോ വെച്ച് ഇപ്രകാരം കെട്ടിയാൽ ആ ഭാഗം അനങ്ങാതെ ഇരിക്കുന്നതാണ്. ശരീരത്തിൽ നിന്നും ധാരാളം രക്തം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ രക്തപ്രവാഹത്തെ ആദ്യം തന്നെ നിർത്തണം. ആശുപത്രിയിൽ കൊണ്ടുപോയി രക്തം കയറ്റിയാലും രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനവുമൊന്നുമില്ല. ശരീരത്തിൻ്റെ ആന്തരാവയവങ്ങളിലേക്കാണ് അഥവാ ഇൻറ്റേർണൽ ഓർഗൻസിലേക്കാണ് രക്തം വാർന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് അതിനെ തടയണം. പുറത്തേക്കാണ് രക്തം പോകുന്നതെങ്കിൽ ആ രക്തസ്രാവത്തെ നിർത്തണം. ഇത് കാണിക്കാനായി ഞാനൊരു മോഡൽ വെച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. കൈകളിൽ നിന്നുള്ള രക്തപ്രവാഹമാണെങ്കിൽ കൈ പൊക്കി വയ്ക്കുകയോ കാലിൽ നിന്നുള്ള രക്തസ്രാവമാണെങ്കിൽ കാൽ പൊക്കി വയ്ക്കുകയോ ചെയ്യുമ്പോൾ തന്നെ 50% രക്തസ്രാവവും നിൽക്കും. പണ്ടുകാലത്തെല്ലാം മുറിവുകൾക്ക് കയർ വെച്ച് കെട്ടുക,
അഥവാ ടൂർണിക്കറ്റ് ഉപയോഗിക്കുക എന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ കയർ വെച്ച് കെട്ടിയാൽ കയർ അൺഈക്വൽ പ്രഷർ അഥവാ തുല്യമല്ലാത്ത പ്രഷർ പല ഭാഗങ്ങളിൽ കൊടുക്കുന്നതിനാൽ, മർദ്ദം കൊടുക്കുന്നതിനാൽ രക്തക്കുഴലുകൾക്കും ഞരമ്പുകൾക്കും കേട് സംഭവിക്കാം. അതുമാത്രമല്ല, ഈ കെട്ടിയ കയർ 6 മണിക്കൂറിൽ കൂടുതൽ അവിടെ ഇരുന്നാൽ അഥവാ അത് അഴിക്കാൻ മറന്നാൽ കൈകാലുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട് അത് മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്കും വരാം. അതുകൊണ്ട് ഇപ്പോൾ ടൂർണിക്കറ്റ് ഉപയോഗിക്കാറില്ല. പ്രഷർ ബാൻഡേജാണ് ഉപയോഗിക്കുന്നത്. അതായത് പ്രഷർ കൊടുത്ത് ബാൻഡേജ് ചെയ്യുക. ആദ്യം തന്നെ മുറിവിനെ ക്ലീനായിട്ടുള്ള ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ വെച്ച് രോഗാണുവിമുക്തമാക്കണം. അതിനുശേഷം രോഗാണുവിമുക്തമായ പാഡുകൾ വെച്ച് ഡ്രസ്സ് ചെയ്യണം. അതിനുശേഷം ബാൻഡേജ് ചെയ്യണം. ഇതൊരു പാഡാണ്. ഇങ്ങനെ പാഡ് വെച്ച് പ്രഷർ കൊടുത്ത് ബാൻഡേജ് ചെയ്യണം. കൂടുതലായി രക്തം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രഷർ കൊടുക്കാനായി റോളർ കോട്ടൺ അഥവാ പഞ്ഞി വെച്ച് മുറിവിനെ ബാൻഡേജ് ചെയ്യണം. അതിനു മുകളിലായി കൂടുതൽ പ്രഷറിൽ റോളർ കോട്ടൺ കൊണ്ട് ബാൻഡേജ് ചെയ്യണം. ഇതുപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരീരത്തിലുള്ള പൾസ് വളരെ ആഴം കുറഞ്ഞതോ കൈകാലുകൾ തണുത്തിരിക്കുകയോ അപകടത്തിൽപ്പെട്ട ആൾക്ക് ശ്വാസോച്ഛ്വാസം ദ്രുതഗതിയിലും ആഴം കുറഞ്ഞ രീതിയിലാവുകയോ ശരീരം വിളറി വെളുത്തിരിക്കുകയോ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ബോധക്കേട് പോലെ ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ ശരീരത്തിൽ നിന്ന് 40% രക്തം നഷ്ടപ്പെട്ടു എന്നർത്ഥം. ഇത് കൂടുതലായും ഇടുപ്പെല്ലിൻ്റെ ഒടിവിലാണ് ഉണ്ടാവുന്നത്. അതേസമയം 5-6 എല്ലുകൾ ഒടിഞ്ഞാലോ അനേകം മുറികളുണ്ടെങ്കിലോ ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവാം. അങ്ങനെയുള്ള അവസ്ഥയിൽ ശരീരത്തിലെ കാലുകളിലുള്ള രക്തം ശരീരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളായ തലച്ചോറ് മുതലായവയിലേക്ക് പോകാനായി കാൽഭാഗം ഇപ്രകാരം പൊക്കി വയ്ക്കണം. ആംബുലൻസ് ആണെങ്കിൽ ആംബുലൻസിൽ ലൈനുകൾ കയറ്റാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഗ്ലൂക്കോസോ മറ്റും കയറ്റുകയോ ഓക്സിജൻ കൊടുക്കുകയോ എല്ലാം ചെയ്യാവുന്നതാണ്. ഇനി ഒരു അറ്റുപോയ ശരീരഭാഗം അത് എങ്ങനെ ആശുപത്രിയിൽ എത്തിക്കണം എന്ന് നമുക്ക് നോക്കാം. ഇത് അറ്റുപോയ ഒരു ശരീരഭാഗത്തിൻ്റെ മോഡലാണ്, കൈപ്പത്തിയുടെ മോഡലാണ്. ഇതൊരു അറ്റുപോയ വിരലിൻ്റെ മോഡലാണ്. ഇത് കുറച്ച് ഐസ് ക്യൂബ്സുകളുടെ മോഡലാണ്, ഐസ് കട്ടകളുടെ മോഡലാണ്. അറ്റുപോയ ഭാഗത്തെ ആദ്യം തന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കണം. ഈ പ്ലാസ്റ്റിക് ബാഗിനെ ഐസ് ക്യൂബ്സ് ഇട്ട മറ്റൊരു ഐസ് ക്യൂബ്സാണ് മറ്റൊരു പ്ലാസ്റ്റിക് ബാഗിലേക്ക് ഇറക്കി വയ്ക്കണം. അതിനുശേഷം ഭദ്രമായി ബാൻഡേജ് ചെയ്ത് അഥവാ റബ്ബർ ബാൻഡ് ഇട്ട് എത്തിക്കേണ്ട ആശുപത്രിയിൽ എത്തിക്കണം. അറ്റുപോയ ശരീരഭാഗങ്ങളിലെ മൈക്രോസ്കോപ്പിൽ മാത്രം കാണാൻ കഴിയുന്ന ചെറിയ ഞരമ്പുകളെയും രക്തക്കൊള്ളുകളെയും മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി തുന്നാൻ സൗകര്യമുള്ള അഥവാ മൈക്രോവാസ്കുലർ സർജിക്കൽ ഫെസിലിറ്റിയുള്ള ആശുപത്രിയിലേക്ക് വേണം രോഗിയെ കൊണ്ടുപോകാനായിട്ട്. ഇത് അറ്റുപോയ ഭാഗത്തിൻ്റെ കാര്യം. അപകടത്തിൽപ്പെട്ട രോഗിയെ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ മുറിവ് ബാൻഡേജ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടുപോകണം. എങ്കിലേ രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുകയുള്ളൂ.
ഇങ്ങനെ അറ്റുപോയ ഭാഗം 6 മണിക്കൂറിനുള്ളിൽ എത്തിക്കേണ്ട ആശുപത്രിയിൽ എത്തിക്കണം. 6 മണിക്കൂറിൽ കൂടുതൽ സമയമെടുത്താൽ ഓപ്പറേഷൻ്റെ റിസൾട്ട് വളരെ കുറവായിരിക്കും. അറ്റുപോയ ശരീരഭാഗത്തിലെ ഞരമ്പുകളും രക്തക്കുഴലുകളും തുന്നിച്ചേർത്താലും അത് യോജിക്കാൻ അഥവാ കൈപ്പത്തിക്കോ അല്ലെങ്കിൽ അറ്റുപോയ ഭാഗത്തിന് ജീവൻ വരാൻ സാധ്യത കുറവായിരിക്കും.